ഹായ്, വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൈനാട്ടി മുതൽ അഴിയൂര് കുഞ്ഞിപ്പള്ളി പ്രദേശം വരെയുള്ള ദേശീയപാതയുടെ മഴയ്ക്ക് ശേഷമുള്ള പുതിയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പം വീഡിയോ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ വ്യൂസൊക്കെ നിങ്ങൾ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ പരമാവധി ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നിർദ്ദേശം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാന്ന് മാത്രം പറഞ്ഞവിടെ നമ്മൾ അധികം വലിച്ചിട്ടതാണ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകും. നമ്മളെ കൈനാട്ടി ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ചയാണ്. കൈനാട്ടി ദേശീയപാതയിൽ നമ്മളെ അണ്ടർ പാസേജ് വരുന്ന ഒരു ഭാഗമാണിത്. ഇവിടെയൊക്കെ ഒരുപാട് കാലമായിട്ട് ഇതിന്റെ മുകളിൽ ഗേഡറുകൾ എക്സ്പാൻഡഡ് ബീമുകൾ സ്ഥാപിച്ചിട്ട് ഏതാണ്ട് മാസങ്ങളൊക്കെ ആയി. പക്ഷെ അതിന്റെ മുകളിൽ ഫസ്റ്റിലത്തെ ഒറ്റ റോയിലുള്ള രണ്ട് പില്ലറിന്റെ മുകളിൽ മാത്രമാണ് ഇപ്പൊ നിലവിൽ ഷട്ടറിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി 4 പില്ലറിന്റെ മുകളിലുള്ള ഷട്ടറിങ് വർക്ക് ബാക്കിയുണ്ട്. ഇതൊന്നും എവിടെയും ആയിട്ടില്ല. കൈനാട്ടി നമ്മുടെ ദേശീയപാതയിലാണ്. ഇവിടെ സർവീസ് റോഡിന്റെ വർക്ക് വൺ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഡ്രൈനേജിന്റെ വർക്ക് കുറച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടുണ്ട്. എന്നാൽ സർവീസ് റോഡിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല. ഇതാണ് ഇവിടെയുള്ള കാഴ്ച. കാലഘട്ടത്തിനനുസരിച്ച് മാറുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രോൺ വീഡിയോസ് ഒക്കെ കുറച്ചുകൂടി ചെയ്യണമെന്നുണ്ട്. ആദ്യം നമ്മളൊരു ഡ്രോണ് സാമ്പിൾ വീഡിയോസ് ഒക്കെ ഇവിടെ ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഡ്രോണ് പഠിക്കണം ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് അത്തരം കാര്യങ്ങൾ നടക്കുള്ളൂ എന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ പരമാവധി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സ്പ്രെഡ് ചെയ്യുക. അതൊക്കെ തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ നമ്മൾ കൈനാട്ടി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ വാഗാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ ട്രാഫിക് ബ്ലോക്കുകളൊന്നും വാഗാട് ഉണ്ടാക്കുന്നില്ല. കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് 6 വരി പാതയുടെ ടാറിങ് കുറച്ചൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പൂർത്തിയായിട്ട് കുറേ കാലമായി. ഇതൊക്കെ 6 വാളുകളാണ്, 6 പാനലിൽ ഉള്ള വാളുകളാണ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൈനാട്ടി കഴിഞ്ഞ് നാദാപുരം റോഡ് ഭാഗങ്ങളിലാണ്. നാദാപുരം റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അവിടെ ഇവിടെയായിട്ട് 100-500 മീറ്റർ ആ രീതിയിലൊക്കെ പിന്നെ 3 വരിപ്പാതയും 6 വരിപ്പാതയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ടാർ ചെയ്ത് വാഗാടിങ്ങനെ നിർത്തി വെച്ചൊരു കാഴ്ചയാണ്. ഇത് കുറേ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസമൊക്കെ ആയി ഈ രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ട്. അതിനുശേഷം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ 6 പാനലുകളൊക്കെ 6 വാളുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 6 പാനലുകളൊക്കെ ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. നാദാപുരം റോഡ് നമ്മൾ ഊരാളുങ്കലിൻ്റെ ULCCയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. വടകരയിൽ ഉള്ള ഊരാളുങ്കലിൻ്റെ വലിയൊരു ഓഫീസാണ് നാദാ റോഡ്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഒരു പക്ഷേ ഊരാളുങ്കൽ ചിരിക്കുന്നുണ്ടാവും. ഈ ഭാഗങ്ങളിലൊക്കെ ദേശീയപാതയുടെ വർക്കൊന്നും എവിടെ എത്തിയിട്ടില്ല. കുഞ്ഞിപ്പള്ളി ഭാഗത്ത് ഒരു അണ്ടർ പാസേജ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഴയ ദേശീയപാത. അവിടെ ഒരു വർക്കും നടക്കാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് വാഹനങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ട്രാഫിക് ബ്ലോക്കുകൾ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുമ്പോഴാണ് കൂടുതൽ ട്രാഫിക് ബ്ലോക്കുകൾ അനുഭവിക്കുന്നത്. ഇവിടെ ഒന്നും നടക്കാത്തത് കൊണ്ട് പഴയ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇപ്പം ഇതിലെ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിപ്പള്ളി ഭാഗമാണിത്. ഇവിടെയാണ് അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരമൊക്കെ നടന്നത്. ആ സമരപ്പന്തലും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനകത്തുണ്ട്. ആരും എന്തായിട്ടില്ല, മോശമാക്കിയിട്ടില്ല.
കുഞ്ഞിപ്പള്ളി ഭാഗം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്നാലും ആദ്യം ഉണ്ടായിരുന്ന ദേശീയപാത കുറച്ച് മണ്ണൊക്കെ എടുത്ത് എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തി 6 വരി പാത ഒരു 400 മീറ്റർ 500 മീറ്റർ അത്രയും കാണും. 6 വരി പാതയുടെ ചെറിയ രീതിയിൽ ടാറിങ് കഴിഞ്ഞു. പിന്നെ അതേപോലെ വൺ സൈഡിൽ നമ്മളെ സോയിൽ നെയിലിങ് ചെയ്തതും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സോയിൽ നെയിലിംഗ് ഒക്കെ ചെയ്യേണ്ട മണ്ണാണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സംശയമുണ്ട്. ഇതൊക്കെ 6 വരി പാത കഴിഞ്ഞ് ഇതിൻ്റെ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിങ് നടക്കാനുണ്ട്. എന്നാലും പൂർണ്ണമായും 6 വരി പാത ടാറിങ് പൂർത്തിയായിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ദേശീയപാത പഴയ ദേശീയപാതയിലോട്ട് തന്നെ ഡൈവേർട്ടായി. ഇവിടെയൊക്കെ ആറിവാളുകൾ, കണ്ടമാനം ആറിവാളുകൾ കൂട്ടിയിട്ടിട്ടുണ്ടെന്നാണ് ഇവിടെയുള്ള പ്രത്യേകിച്ചിട്ടുള്ള കാഴ്ച. പിന്നെ സർവീസ് റോഡൊക്കെ ചെറുതായിട്ട് വളരെ കുറഞ്ഞ എന്താ വാഗാട് ഇങ്ങനെ പലയിടത്തും വാഗാടിൻ്റെ വർക്ക് അങ്ങനെയാണ്. ഒരു കഷ്ണം വർക്ക് കുറച്ച് കംപ്ലീറ്റ് ആക്കി പിന്നെ ഒരു വിശാലമായിട്ട് ഒഴിച്ചിടും. അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെയാണ് പല പ്രദേശത്ത് നമുക്ക് കോഴിക്കോട് ആ ഭാഗങ്ങളിൽ, കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും കാണാവുന്നത്. ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട്. അണ്ടർ പാസേജിൻ്റെ 3 വരി കുറേ മാസങ്ങൾക്ക് മുന്നേ അതിൻ്റെ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്താണ് കണ്ണൂക്കര ഭാഗത്ത്. അത് കഴിഞ്ഞ് പിന്നെ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നില്ല. ഇന്ന് തന്നെ നമ്മൾ ഫുള്ള് നെഗറ്റീവ്സ് പറയില്ല കേട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ നമ്മൾ കൈനാട്ടി മുതൽ കണ്ണൂക്കര ഭാഗത്ത് വരെ എത്തി. പക്ഷേ ഈ പ്രദേശം വരെ എത്തിയിട്ട് ഒരു വാഗാടിൻ്റെ സ്റ്റാഫിന്, ഒരു വാഗാടിൻ്റെ വർക്കേഴ്സിന് ഒരു സൈറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ വർക്ക് നടക്കണ്ടേ, ഒന്നുമില്ല. എന്താ വിദ്യാഭ്യാസ ബന്ധാണെന്ന്, വിദ്യാഭ്യാസ ബന്ധായതുകൊണ്ട് വാഗാട് വർക്ക് നിർത്തിയതാണോ? വാഗാടും വിദ്യാഭ്യാസ ബന്ധം തമ്മിൽ നല്ല ബന്ധമുണ്ടോ? ഇവിടെ ഒരു 6 വരി പാതക്ക് കുറച്ച് വിശാലമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ദേശീയപാത നല്ല രീതിയിൽ താഴ്ത്തിയിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ അതേപോലെ നമ്മളെ സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ആ ഒരു കുറച്ച് ഭാഗം ഒരു 100-200 മീറ്റർ ഭാഗം ടാറിങ് റീസെൻ്റ്ലി കംപ്ലീറ്റ് ആയതാണ്. ഒന്നൊക്കെ മണ്ണ് നീക്കം ചെയ്യാനുണ്ട്. വാഗാടിൻ്റെ വണ്ടികളൊക്കെ ഇവിടെ മഴയും വെയിലൊക്കെ കൊണ്ടിങ്ങനെ കിടക്കുന്നുണ്ട്. അടുത്ത ഒരു പ്രദേശം ചോമ്പാലയാണ്. ചോമ്പാൽ ഹാർബർ നമ്മളെ മത്സ്യബന്ധന കേന്ദ്രം. അപ്പോൾ അതിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത്. ഇവിടെയും കാര്യമായ മാറ്റങ്ങളൊന്നും വന്നതായി കാണുന്നില്ല. ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ സർവീസ് റോഡ് താഴ്ന്നിട്ടും ദേശീയപാത ഉയർന്നിട്ടുമാണ് വരുന്നത്. ആറിവാള് കൊണ്ട് നിർമ്മിച്ച് മണ്ണടിച്ച് ഉയർത്തി കൊണ്ടുപോകേണ്ട പ്രദേശമാണ് ഈ ചോമ്പാൽ പ്രദേശം. അപ്പോൾ നമ്മളിപ്പോൾ ചോമ്പാൽ വരെ എത്തിയിട്ടും ഒരു പൂച്ചക്കുഞ്ഞിനെയും നമ്മൾ കണ്ടില്ല. ഇതാണ് നമ്മളെ ദേശീയപാതയുടെ വർക്കിൻ്റെ അവസ്ഥ നിരാശാജനകമായിട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണൂക്കര കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സർവീസ് റോഡിൻ്റെ വർക്ക്, ആകെ നടന്നൊരു വർക്ക് നമുക്ക് പറയാൻ പറ്റത് സർവീസ് റോഡിൻ്റെ വർക്ക് ഇത്തിരി മുന്നോട്ട് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗത്തും ഇവിടെ ഒരു 3 months മുന്നേ ഒക്കെ 6 വരി പാതയുടെ ലെവലിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ
സർവീസ് റോഡിൻ്റെ കുറച്ച് ലെവലിങ് ഒരു 500 മീറ്റർ താഴെ ചെയ്തിട്ടുണ്ട്. അത് അതേപോലെ തന്നെ മാറ്റങ്ങളില്ലാതെ വാഗാട് നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് ഇവിടെയുള്ള പുതിയ കാഴ്ച. വാഹനങ്ങൾക്ക് നല്ല ഒരു പാർക്കിംഗ് കേന്ദ്രമാക്കിയും ഈ പ്രദേശം വാഗാട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ നിലവിലുള്ള ദേശീയപാത അതേ ഹൈറ്റിൽ തന്നെയാണ് കടന്നു പോകുന്നത്. ജസ്റ്റ് ലെവൽ ചെയ്ത് ടാർ ചെയ്യേണ്ട വർക്കാണ് ഉള്ളത്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കണ്ടമാനം നിർത്തിയിട്ടിരിക്കണം. പിന്നെ മടപ്പള്ളി ഹൈസ്കൂൾ, മടപ്പള്ളി സ്കൂളിൻ്റെ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിനോട് ചേർന്ന് സർവീസ് റോഡും ഗ്രൗണ്ടിൽ കുറേ ആറിവാളുകളും കംപ്ലീറ്റ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിൽ മാത്രം സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ ഗ്രൗണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ട്. ഈ അണ്ടർ പാസേജ് നമ്മൾ കണ്ണൂർ എയർപോർട്ട് ആ ഭാഗങ്ങളിലൊക്കെ, മത്തിപ്പറമ്പ് ആ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ള ഒരു അണ്ടർ പാസേജ് കൂടിയാണ്. കുഞ്ഞിപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മളെ പുതിയ 6 വരിപ്പാത, 6 വരിപ്പാതയുടെ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. കമ്പണ്ടമാനം ട്രക്കുകൾ നിർത്തിയിടാൻ, അന്യ സംസ്ഥാന ട്രക്കുകൾക്ക് വിശ്രമ കേന്ദ്രമാക്കിയിട്ട് നമ്മളെ മാഹി ബൈപ്പാസിൻ്റെ കഴിഞ്ഞുള്ള പ്രദേശം മാറിയിട്ടുണ്ട്. അതിനുള്ള സാഹചര്യം വാഗാട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാറ് വരിയും ടാർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്ന് അവസാനിക്കുന്നതുകൊണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ പതുക്കെ സഞ്ചരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ 6 വരിപ്പാത പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗങ്ങളിൽ വർക്ക് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് കണ്ടമാനം ട്രക്കുകൾ, ഒരുപാട് നാഷണൽ പെർമിറ്റ് വണ്ടികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ മൂത്രമൊഴിക്കാൻ, മലമൂത്ര വിസർജനമൊക്കെ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ ഭാഗം മാറിയിട്ടുണ്ട്. ലോങ് വാഹനങ്ങൾ പ്രത്യേകിച്ച് ഒന്നിന് പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമറയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പള്ളിയിൽ നിന്നുള്ള കാഴ്ചയാണത്. കുഞ്ഞിപ്പള്ളി ദേശീയപാത, നമ്മളെ മാഹി ദേശീയപാത അവസാനിക്കുന്ന ഭാഗത്തുള്ള ഇവിടെയൊക്കെ വാഗാട് സർവീസ് റോഡടക്കം അതേപോലെ 6 വരിപ്പാതയും ടാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു 500 മീറ്റർ മാത്രം ടാറിങ് അവസാനിക്കുന്നതുകൊണ്ട് അതിനുശേഷം പഴയ ദേശീയപാതയിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള അന്യസംസ്ഥാന വാഹനങ്ങൾ, നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ, എല്ലാവിധ ലോഡും വണ്ടികളും അതേപോലെ പെട്രോൾ വാഹനങ്ങളെല്ലാം ഈ ഭാഗങ്ങളിൽ ഒരു വിശ്രമ കേന്ദ്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. സ്റ്റെപ്പിന് മാറ്റാൻ, അതേപോലെ പിന്നെ ഊണ് കഴിക്കാൻ, കിടന്നുറങ്ങാൻ, അങ്ങനെ കണ്ട എല്ലാ സൗകര്യത്തിനും വേണ്ടിയിട്ട് വാഗാട് അത്തരത്തിലുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കുറ്റം പറയില്ല. എന്തായാലും ഇവരെ സംബന്ധിച്ചോളം വലിയ ഹെൽപ്പാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ചാനൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മാഹി ദേശീയപാതയിൽ പുതിയ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്.